ഒരു സംഘടനയോ, ഈ പൃഥ്വിരാജ് നിർമ്മാതാക്കളുടെ സംഘടന അംഗമാണ്, താര സംഘടന അംഗമാണ്, നിർമ്മാതാക്കൾ ഈ സംഘടനയിലൊക്കെ അംഗമാണ്. ഒരു സംഘടനയും ഇതിന് ഫെഫ്ക ഒഴിച്ച് വേറൊരു സംഘടനയും വന്നില്ല. ഫെഫ്കാനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ആ കാര്യമായിട്ട്. എന്തുകൊണ്ടൊരു സംഘടന പൃഥ്വിരാജിന് പിന്തുണയായിട്ട് വരുന്നില്ല? അല്ല, എങ്ങനെ സംഘടന എന്ത് തരത്തിൽ ഇങ്ങനെ ഒരു സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ, സൈബർ ആക്രമണം ഈ പൃഥ്വിരാജിന് ഒറ്റ തിരുന്ന് ആക്രമിക്കാൻ സമ്മതിക്കില്ല എന്നൊരു സംഘടനയ്ക്ക് മുൻകൈ എടുത്ത് പറയുമെങ്കിലും ഒരു റിലീസെങ്കിലും ഇറക്കാൻ മേലെ? അല്ല, അങ്ങനെയല്ല. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സംഘടന പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ സംഘടനയുടെ ഇരിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാനത് അങ്ങനെ പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സംഘടനാ രൂപത്തിൽ തന്നെ പറയും. കാരണം അതിനെന്താണ് ഈവൻ കുഴപ്പമിരിക്കുന്നത്? ഒരു സിനിമ നമുക്കറിയാവുന്നൊരു കാര്യമാണല്ലോ. ഒരു സിനിമ ഒരു ഡയറക്ടർ മാത്രമല്ലല്ലോ, അതിൻ്റെ അകത്ത് ഒരു പ്രമുഖരായിട്ടുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും കൂടെയാണ്. ഇതിൻ്റെ അകത്ത് ഒരു നിർമ്മാതാവുണ്ട്, മെയിൻ ആക്ടറുണ്ട്, അല്ലെങ്കിൽ മെയിൻ ഒരു ആക്ട്രസ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ കഥ കേട്ടപ്പോൾ ഇവർക്കെല്ലാം നോ പറയാറുന്നല്ലോ. ഇപ്പം ഇതിൻ്റെ പബ്ലിസിറ്റിയുടെ പൈസ എല്ലാവർക്കും കിട്ടും. അപ്പം ഇതുമായിട്ട് വരുന്നത് ഈ ജനങ്ങൾ ഈ അഭിപ്രായം പറഞ്ഞ് അല്ല തിയേറ്ററിലേക്ക് വരുന്ന ഈ ജനങ്ങളുടെ പൈസ മുഴുവൻ ഇത് പ്രൊഡ്യൂസറുടെ പോക്കറ്റിലേക്ക് തന്നെയല്ല വരുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേനും. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തേണ്ട കാര്യം ഇപ്പം ഇവനില്ല. എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അകത്ത് മഞ്ജു വാര്യർക്ക് ഈ സിനിമയുടെ കഥ അറിയത്തില്ലേ? അല്ലെങ്കിൽ ലാലേട്ടന് ഇതിൻ്റെ അറിയത്തില്ലേ? ആനണി ചേട്ടൻ അറിയത്തില്ലേ? ആനണി ചേട്ടനൊക്കെ ഒരു കഥ കേട്ട് അത് പുള്ളിക്ക് ബോധ്യമായാൽ മാത്രം. കഥ കേൾക്കാം, ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് അത് കഥ കേട്ടില്ല, അറിയത്തില്ല എന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല, എനിക്ക് മനസ്സിലായിടത്തോളം. അപ്പം ലാലേട്ടനാണെങ്കിലും കഥ കേട്ടിട്ട് ഞാൻ തന്നെ ലാലേട്ടൻ്റെ അടുത്ത് അതായത് കഥകൾ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട്, 2 പറഞ്ഞിട്ടുണ്ട്, വർക്കായിട്ടില്ല. ലാലേട്ടൻ കേട്ടിട്ടാണല്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു അർത്ഥത്തിലാട്ടോ ഞാൻ പറയുന്നത്. അതായത് സ്വാഭാവികമായിട്ടൊരു സിനിമയാകുമ്പം അങ്ങനെയാണല്ലോ, കഥ കേട്ടിട്ട് തന്നെയാണ് എല്ലാവരും സംഭവിക്കുന്നത്. ഇപ്പം കഥ ഇഷ്ടപ്പെടാത്തൊരു കഥ ചെയ്യത്തില്ല. ഈ ഇപ്പം ജനങ്ങളെല്ലാം തിരിഞ്ഞതല്ല, ഒരു വിഭാഗം, അതെ, ഇതുമായിട്ടുള്ള പ്രശ്നമുണ്ടായ ഒരു വിഭാഗം, RSS ഉൾപ്പെടെയുള്ള BJP ഉൾപ്പെടെ സംഘപരിവാർ ഉൾപ്പെടെയാണ് ഇത് തിരിഞ്ഞത്. ജനങ്ങളെല്ലാം തിരിഞ്ഞത്. ആ തിരിച്ചലിന് ഇത്രമാത്രം സീനുകൾ വെട്ടിച്ചുരുക്കുക, അതൊക്കെ കേട്ടുകേൾവി ഇല്ലാത്ത സംഭവമാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, അല്ലേ? ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറ്റമായിട്ട് തന്നെ നമുക്കൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വെട്ടിച്ചുരുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്, എല്ലാവരെയും ഭയപ്പെടുന്ന രീതിയിൽ. അല്ലല്ല, അങ്ങനെയല്ല. ഇപ്പം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും എത്രത്തോളം അറിയാമെന്നറിയത്തില്ല. നമുക്ക് ഒരു സെൻസർ ബോർഡിൽ നമ്മളൊരു സിനിമ നമ്മൾ സെൻസർ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു 5 പേര് അല്ലെ 7 പേരോളം മിച്ചമുണ്ട് ഒരു പടം കാണുന്നത്. അത് അപ്പോൾ ഏതെങ്കിലും പാർട്ടിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ളൊരു സിനിമയാണെങ്കിൽ അവർ അതിനെ ആക്ച്വലി അനുവദിക്കത്തില്ല. പാർട്ടിയുടെ ആളുകൾ എല്ലാവരും ഉണ്ട് ഈ സെൻസർ ബോർഡിൽ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം. അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് അപ്പോൾ അത് കഴിയുമ്പോഴാണ് ഇന്ന ഭാഗം ശരിയല്ല, ഇന്ന വേർഡ് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇന്നടുത്ത് മ്യൂട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവൻ പറയും. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പറയും ഇത് പറ്റില്ല എന്ന് പറയും. അന്ന് സെൻസർ ചെയ്യുമ്പോൾ പടം കണ്ടു കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. റിവ്യൂ മീറ്റിങ്ങിന് കഴിഞ്ഞ് കഴിയുമ്പോൾ സെൻസർ ഓഫീസർ നമ്മളെ വിളിപ്പിക്കും, അതിൻ്റെ ഡയറക്ടറെയും റൈറ്ററെയും വിളിപ്പിക്കും, പ്രൊഡ്യൂസറും പറഞ്ഞു. അപ്പോൾ ആക്ച്വലി വിളിപ്പിച്ച് കഴിയുമ്പോൾ ഇവരോട് പറയും ഈ സിനിമയിൽ ഇന്ന ഭാഗങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ആസ് എ ഡയറക്ടർ റൈറ്റർ നമുക്കത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയെങ്കിൽ അത് ഓക്കെ. കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റിയില്ല, നിങ്ങളുടെ കൺവിൻസിങ് നമുക്കത് ഓക്കെ അല്ലാത്ത പക്ഷം നമ്മളത് വെട്ടി മാറ്റേണ്ടി വരും, കട്ടുണ്ടാവും, എഡിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേർഡുകൾ ഉണ്ടെങ്കിൽ വേർഡുകൾ മ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇത് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയാണ് നമുക്ക് യു സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ, അല്ലെ UA സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ A സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കേഷനിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഇതെല്ലാം മാറ്റത്തോടു കൂടിയാണ്. അപ്പം നമ്മുടെ നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ തരാം, നിങ്ങൾക്ക് U ആണ് വേണ്ടതെങ്കിൽ ഇന്ന കാര്യങ്ങളെല്ലാം മാറ്റിക്കണം. UA ആണെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തരാൻ പറ്റുള്ളൂ അത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A വേണമെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്കത് A സർട്ടിഫിക്കറ്റേ ഉള്ളൂ തരാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ കാറ്റഗറിയും ഉണ്ട്. അപ്പം ഇവരെല്ലാം കണ്ടിട്ടാണല്ലോ സർട്ടിഫിക്കറ്റ് ഇപ്പം ഇവൻ കൊടുത്തു കഴിയുമ്പോഴത്തേനും പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കാരണം ഇവരാരും ഒരു കള്ളത്തരല്ലല്ലോ ചെയ്യുന്നത്. സിനിമ നിർമ്മിച്ചാൽ അത് എന്താണോ അതിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്യുക ചെയ്തത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.